എനിക്ക് കുറേ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉള്ളതുകൊണ്ട് ചെറിയ പണി കിട്ടി. ഭയങ്കര സീനായി ആക്ച്വലി. രാവിലെ ഇത്ര നേരമായിട്ട് എനിക്ക് ഫുഡൊന്നും കിട്ടിയില്ല. ആർട്ടിസ്റ്റിനെ കാണാൻ പോവാണ്. സർപ്രൈസ് ഉണ്ടാവില്ലെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഞാൻ പോവാണ് കാണാൻ. ഹലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജാലി. അപ്പോൾ ഞാൻ ഇന്ന് നാട്ടിലോട്ട് പോവാണ്. ഇന്ന് ഭയങ്കര വലിയ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ അറിയാൻ പാടില്ല കേട്ടോ സർപ്രൈസ് ആവോ ഇല്ലെന്നൊക്കെ. കാരണം അച്ഛനും അമ്മയ്ക്ക് എപ്പോൾ ഞാൻ സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചാൽ നടക്കില്ല. എന്നാലും ഞാൻ പോവാണ്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാനും എൻ്റെ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തന്നെ പോവാണ്. വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല. സോ ഇതൊരു വലിയ സർപ്രൈസ് ആവട്ടെ, നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. സോ ഞാൻ പോവാട്ടോ. അങ്ങനെ ഞാൻ ലണ്ടൻ ഹീത്രോ എയർപോർട്ടിലെത്തിയിട്ടോ. എല്ലാം ഭയങ്കര പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു. 3-ാം തീയതിയാണ് ഇങ്ങോട്ട് പോരണമെന്ന് തീരുമാനിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യണത്. നോക്കിയപ്പം കുഴപ്പമില്ലാത്ത പ്രൈസായിരുന്നു. സോ ബുക്ക് ചെയ്തു. അതിൻ്റെ പിറ്റേ ദിവസം, അതായത് 4-ാം തീയതി പോയി കോവിഡ് ടെസ്റ്റ് എടുത്തു. കോവിഡ് ടെസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് വരുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നതിൻ്റെ തലേ ദിവസം രാത്രി 11:15-നാണ്. നമ്മുടെ കുഞ്ഞിക്കോഴി നിൽക്കുന്നത് കണ്ടോ, ലഗേജൊക്കെ ആയിട്ട്. നാട്ടിലോട്ട് പോയാലും നാട്ടിൽ നിന്ന് വന്നാലും ഒക്കെ ലഗേജ് നമുക്ക് എപ്പോഴും ഒത്തിരി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിട്ടോ ഡൽഹിയിലോട്ട് പോവാണ്. കുറേ അലഞ്ഞ് എനിക്ക് കുറേ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉള്ളതുകൊണ്ട് ചെറിയ പണി കിട്ടി. ഭയങ്കര സീനായി ആക്ച്വലി. ചെക്കിങ്ങിൻ്റെ സമയത്ത് എൻ്റെ മരുന്നെടുത്ത് വെക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ എന്തൊക്കെയോ ഒരുപാട് സ്ട്രഗിളായി. കറക്റ്റ് ടൈമിലൊക്കെ എത്തിയത്, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് മടുത്തുപോയി. പിന്നെ ഞാൻ ഡൽഹി ചെല്ലുമ്പം വീഡിയോ എടുക്കാം, നേരത്തെ എടുക്കണം എന്ന് വിചാരിച്ചു. ചെക്കിങ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നടക്കുന്നില്ല. ഭയങ്കര സ്ട്രെസ്സായി പോയി. മടുത്ത് സത്യം പറഞ്ഞാൽ. ഇന്ന് നാളെ ഡൽഹി ചെല്ലും 6 മണിയാകുമ്പോൾ. അപ്പം ബാക്കി ഞാൻ വീഡിയോയിൽ കാണിക്കാം. അപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ആവുമായിരിക്കും ഇറങ്ങിയിട്ട് അങ്ങനെ ആകാശത്തിരുന്ന് ഫുഡ് കഴിക്കുന്നു കണ്ടോ. പക്ഷെ സ്പൂണില്ല. അത് കണ്ടോ, ഇതായിപ്പോയി. ഇത് വെച്ച് എങ്ങനെ തിന്നാനാ? സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വെള്ളം കണ്ടോ, വെള്ളം ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി കളിക്കും. കൊള്ളാല്ലേ? നോക്കട്ടെ, ഒരു മിനിറ്റ്. എത്രയുണ്ട്? സ്പീഡ് ആൾട്ടിറ്റ്യൂഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്.
താഴോട്ടുള്ള ക്യാമറ ഉണ്ടോ നോക്കിയത്, മുകളിൽ നിന്നുള്ള ക്യാമറ, നമ്മളിതിനെ ചേസ് ചെയ്യുവാണെങ്കിലുള്ള ക്യാമറ. ഓവർവ്യൂ. ഇതേടി ജനലിൽ കൂടെ നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നത്? ഇത് ലെഫ്റ്റ് ജനലിൽ കൂടെ നോക്കുമ്പോഴേ, ഇത് നമ്മൾ ഫ്രണ്ടിൽ കോക്പിറ്റിൽ ഇരിക്കുകയാണെങ്കിൽ, വണ്ടി നമ്മൾ ഓടിക്കുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നു. പൈലറ്റ് ഇങ്ങനെയാ കാണുന്നത്. ഇത് നിന്റെ സൈഡിലുള്ള ജനലേ. കോമ്പസ് ഉണ്ട്. ടൈം സോൺസ്. നമ്മളിപ്പോൾ ഇവിടെയാ കാബൂൾ. 4 മണി. ഡൽഹിയിൽ നമ്മൾ എത്ര 12. അങ്ങനെ ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ എത്തിയിട്ടോ. രാവിലെ ഒരു 6:15 എത്തി. അത് കഴിഞ്ഞ് നേരെ അവർ സെക്യൂരിറ്റി ചെക്കിന് വിളിച്ചു. എന്നിട്ട് ഞങ്ങളുടെ പാസ്പോർട്ട് വാങ്ങിച്ചു വെച്ച്. ഇനി കോവിഡ് ടെസ്റ്റ് ചെയ്തു അതിൻ്റെ റിസൾട്ട് വരണം. വന്നാലേ പാസ്പോർട്ട് തിരിച്ചു കിട്ടുള്ളൂ. പിന്നെ ആ പാസ്പോർട്ട് എടുത്തുകൊണ്ട് പോയിട്ട് ഞങ്ങളുടെ ലഗേജ് എടുത്ത് അടുത്ത ഫ്ലൈറ്റിന് കയറണം. ഡൽഹി ടു കൊച്ചി. കാരണം കോവിഡ് ടെസ്റ്റ് പോസിറ്റീവ് ആയാൽ ഇവിടെ ക്വാറന്റൈൻ ചെയ്യേണ്ടി വരും. ഡൽഹിയിൽ നാട്ടിൽ പോകാൻ പറ്റില്ല. സർപ്രൈസൊക്കെ ചീറ്റി പാളീസായി നാണം കെട്ടി ശശിയായി ഞാൻ തിരിച്ചു പോകും. ഇനി ഇൻ കേസ് അത്യാവശ്യം അമ്മ ഞെട്ടിയില്ലെങ്കിൽ അത് വേറെ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം അമ്മ ഞെട്ടൊന്നും ഉണ്ടാവില്ല എന്ന്. ഒരു എക്സ്പ്രഷനും കാണൂല. മാത്യൂസിനെ എയർപോർട്ടിലോട്ട് വിളിച്ചിട്ടുണ്ട്. അവൻ്റെ കൂട്ടുകാരി വരുന്നുണ്ട്. സോ ഒന്ന് വന്നിട്ട് കൊണ്ടുപോകാമെന്ന് ചോദിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഞെട്ടിയില്ലെങ്കിൽ ഞാൻ ശശിയോ ഈ പറഞ്ഞ പണിയൊക്കെ വെറുതെയോ. പക്ഷെ കുഴപ്പമില്ല. ഞാൻ സർപ്രൈസ് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നാട്ടിലോട്ട് വരിക എന്നുള്ളതാണല്ലോ എൻ്റെ ഉദ്ദേശം. അപ്പോൾ കുഴപ്പമില്ല. എന്നാലും ഡൽഹി എത്തി. ഇനി ഇവിടെ നിൽക്കുക. 9 മണിക്കൂറുണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലൈറ്റ് വൈകുന്നേരം 3:45. എന്നിട്ട് ഞാൻ നാട്ടിലൊരു 8 മണിയാകുമ്പോഴത്തേക്ക് എത്തുമായിരിക്കും. അര ടൈമൊന്നും അറിയാൻ പാടില്ല. എന്തായാലും അങ്ങനെ വെയിറ്റിംഗ്, വെയിറ്റിംഗ്. ബോറടിക്കുന്നു. ഇവിടെ ഒരു മുറിയുണ്ട്. ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റത്തില്ല. റിസൾട്ട് വരാൻ നമ്മളിവിടെ നിന്ന് പുറത്തിറക്കില്ല. പാസ്പോർട്ട് പോലും കിട്ടില്ല. എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല. പെട്ടു ഗൈസ്, പെട്ടു. രാവിലെ ഇത്ര നേരമായിട്ട് എനിക്ക് ഫുഡൊന്നും കിട്ടിയില്ല. ഞാൻ എന്താ കഴിക്കുന്നത് കണ്ടോ? ആപ്പിൾ, പിന്നെ എന്തോ കുറേ ചിപ്സ്, ഇച്ചിരി വെള്ളം, ഇച്ചിരി ജ്യൂസ്. പാവം ഞാൻ വെച്ചിരിക്കുക. ലഗേജൊക്കെ വെച്ച് ഇന്ന് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. ഇടയ്ക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. അതാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ഞാനും കുഞ്ഞിക്കോഴിയും കൂടെ നമ്മുടെ നാട്ടിലുള്ള കൊച്ചിയിലുള്ള ഫ്ലൈറ്റിൽ കയറിയിട്ടോ. ഡൽഹിയിലൊരു പണി കിട്ടി. ഡൽഹിയിൽ കോവിഡ് ടെസ്റ്റ് എടുത്തിട്ട് കുഞ്ഞിക്കോഴിയുടെ മാത്രം റിസൾട്ട് വന്നു. എൻ്റെ വന്നില്ല, കുഞ്ഞിക്കോഴിയുടെ മാത്രം വന്നു. അവരെന്നോട് ചെക്ക് ചെയ്തു, വിവേചനം കാണിച്ചു. എന്നിട്ട് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഞങ്ങളുടെ പേടിച്ചു പോയി. അപ്പം അതിൻ്റെ ടെൻഷനും പിന്നെ ഫുഡ് കഴിക്കാത്തതിൻ്റെ ഒക്കെ ആയിട്ട് ഞാൻ ശരിക്കും ടയേർഡായിരുന്നു. അത് ആ സമയത്ത് എനിക്ക് ഒരു കഴിഞ്ഞിട്ടാണ്. തിരിച്ച് നാട്ടിൽ പോകാൻ ഒരു 3-4 മണിക്കൂർ. കൊച്ചി എത്തും. കൊച്ചി ഡൽഹിയിൽ നിന്ന് കയറിയപ്പോൾ കിട്ടിയ ഫുഡാണ്. ഞാൻ എത്തി. കൊച്ചി പാർട്ടീസിനെ കാണാൻ പോവാണ്. സർപ്രൈസ് ഉണ്ടാവില്ലെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഞാൻ പോവാണ് കാണാൻ. അപ്പോൾ നമ്മൾ മാർട്ടീസിന് സർപ്രൈസ് എടുക്കാൻ പോവാണ്. ഇപ്പോൾ വരുന്നതാണ് പറഞ്ഞത്.
എങ്ങനെയാണ് സർപ്രൈസ് കൊടുക്കാമെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ ഞാൻ കൊടുക്കാൻ പോകാം കേട്ടോ. വെറുതെ അങ്ങനെ നമ്മുടെ ഇത് പാളി പോയി കേട്ടോ, മൊത്തത്തിൽ പാളിപ്പോയി. ഞാൻ ശശിയായി, ഞാൻ ഫുള്ളി ശശിയായി. മാറ്റേഴ്സ് ഞെട്ടിയില്ല ഇൻ ദ സെൻസ് അവൻ ഫ്രണ്ടിൽ നിന്ന് വരണ്ട, അവൻ പുറകിൽ നിന്ന് വന്നു. അപ്പോൾ അവൻ പുറകിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ആക്ച്വലി അവൻ ഞെട്ടി, പക്ഷെ ഞാൻ വീഡിയോ എടുക്കില്ല. അപ്പോൾ ശരിക്കും അവൻ ഞെട്ടി, പക്ഷേ വീഡിയോ എടുക്കില്ല. അതുകൊണ്ട് നമ്മുടെ സർപ്രൈസ് വെറുതെ. ഇനി അച്ഛനും അമ്മയെങ്കിലും ഞെട്ടിക്കാൻ പറ്റുമെന്ന് കരുതി. സമയം രാത്രി 11 മണിയായിരിക്കുന്നു, 11:30 ആവാറായി. ഞാൻ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീട്ടിനടുത്തെത്തി. കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞാൽ വീട്ടിലോട്ടെത്തും. അപ്പം നമുക്കിനി അടുത്തത് അച്ചാച്ചനെ അമ്മയെ സർപ്രൈസ് ചെയ്യിപ്പിക്കാം. മാത്യൂസോ ഞെട്ടിയില്ല, ഇവരെങ്കിലും ഞെട്ടണേ. കുറച്ചെങ്കിലും എക്സ്പ്രഷൻ ഇട്ടാൽ മതിയായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ആരും അങ്ങനെ എക്സ്പ്രഷൻ ചെയ്ത് വരാത്ത ആൾക്കാരാ, ഞെട്ടില്ല അവർ. അതാണ് ഞെട്ടണേ ഞാനിതൊരു വന്നതിന് എന്തെങ്കിലും കാര്യം ഉണ്ടാവണേ. അമ്മ ചേച്ചാ ഞാൻ ഇങ്ങനെ വന്ന് ചോദിക്കുന്നില്ലേ? എനിക്ക് ഓൺലൈനാ, ഓൺലൈൻ അപ്പേ ഞാൻ വന്നത്.
മതി ചേച്ചാ, ഇങ്ങോട്ട് വരണ്ട, അവിടെ വന്നാ മതി. ഞാൻ ആരോടും പറഞ്ഞില്ലായിരുന്നു, അതല്ലേ രസം. എനിക്ക് നിങ്ങളെ കാണണം തോന്നി ഞാൻ പോന്നു, ഇവൻ അറിയത്തില്ലായിരുന്നു, മാത്യൂസിനും അറിയത്തില്ലായിരുന്നു. അറിയാൻ മേലായിരുന്നു എന്നെ കാര്യം. പോരണ്ടായിരുന്നോ? പോരണ്ടായിരുന്നോന്ന് രാജ സന്തോഷില്ലല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. എല്ലാവരും ഞെട്ടിക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ കാര്യം ഉണ്ടായില്ല. എക്സ്പ്രഷൻ ഇല്ലാത്ത ആൾക്കാരായി പോയി. പക്ഷെ ഞെട്ടി, വഴക്കും ചേട്ടി ചെറുതായിട്ട് അതെന്നെ പറയാതെ പോകുന്നേന്ന്. സോ ഞാൻ എൻ്റെ മുറിയിലെത്തി, എൻ്റെ പഴയ മുറിയിൽ. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ദിവസം ഞാൻ ക്വാറന്റൈൻ ഇരിക്കണം. അപ്പോൾ എങ്ങനെ തനിയെ കിടക്കും? അതാണ് പ്രശ്നം, അത് മാത്രമാണ് പ്രശ്നം. ക്വാറന്റൈൻ ഒന്നും എനിക്കൊരു സീനേ അല്ലായിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് നല്ല പ്രയത്നം വന്നു കഴിഞ്ഞാൽ നേരിട്ടല്ലേ പറ്റുള്ളൂ അല്ലേ? അങ്ങനെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അനുമോൾ ജോലി തിരിച്ച് നാട്ടിലെത്തിയിരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ പോകുമ്പോഴേ, ഞാൻ നാട്ടിൽ വരുന്നു, ഞാൻ വരുന്നു പറഞ്ഞു. ഞാൻ നാട്ടിൽ വന്നു. ഞാൻ 6 മാസം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നു. ഞാൻ ഫെബ്രുവരി 2-ാം തീയതി ആയിരുന്നു പോയത്. ഇന്നിപ്പം ഓഗസ്റ്റ് 7-ാം തീയതി, 6 മാസത്തിനുള്ളിൽ തിരിച്ചെത്തിയിരിക്കുന്നു.